നമസ്കാരം. ഇന്ന് IC എഞ്ചിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് നമുക്ക് ലേൺ ചെയ്യേണ്ടത്. സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ എക്സ്പ്ലോഡഡ് വ്യൂ. ഇവിടെ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക് മുതലായ മെയിൻ പാർട്സുകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മേജർ പാർട്സുകളെയും അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ IC എഞ്ചിൻ്റെ മെയിൻ കമ്പോണൻറ്റുകളെ പറ്റിയും അതോടൊപ്പം തന്നെ അവയുടെ വർക്കിങ്ങിനെ പറ്റിയുമാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പോകാം. ദ മേജർ സ്റ്റേഷനറി പാർട്സ് ഓഫ് IC എഞ്ചിൻസ് ആർ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ്. ദ ഹോൾ എഞ്ചിൻ പാർട്സ് ആർ അക്കോമഡേറ്റ് ദ എബോവ് കമ്പോണൻറ്റ്സ്. ഒരു IC എഞ്ചിൻ്റെ സ്റ്റേഷനറി മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ്. സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്ന ഏറ്റവും മുകളിലത്തെ പോർഷൻ, സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന മിഡിൽ പോർഷൻ, ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ബോട്ടം പോർഷൻ. ഈ മൂന്ന് ബോഡിയിലുമായിട്ടാണ് എഞ്ചിൻ്റെ മുഴുവൻ പാർട്സുകളെയും അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സിലിണ്ടർ ഹെഡ്. നിങ്ങൾക്ക് സ്ലൈഡിൽ ഒരു സിലിണ്ടർ ഹെഡിനെ കാണാൻ പറ്റും. ഈ സിലിണ്ടർ ഹെഡ് എഞ്ചിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനാണെന്ന് നമുക്കറിയാം. ഈ സിലിണ്ടർ ഹെഡിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാൽസ്, റോക്കർ ആം അസംബ്ലി, ക്യാം ഷാഫ്റ്റ്, ടൈമിംഗ് സ്പ്രോക്കറ്റ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ, ഹീറ്റർ പ്ലഗ്. ഇവിടെ ഇഞ്ചക്ടർ ഇന്ന് പെട്രോൾ എഞ്ചിനുകളിലും ഉണ്ടെങ്കിൽ തന്നെയും ഹീറ്റർ പ്ലഗ് ഡീസൽ എഞ്ചിനുകളിൽ മാത്രം വരുന്ന ഒരു പാർട്ടാണ്. അപ്പം പെട്രോൾ എഞ്ചിനുകളിലെയും ഡീസൽ എഞ്ചിനുകളിലെയും പാർട്സുകളായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഓക്കെ, സിലിണ്ടർ ഹെഡിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സ്ലൈഡിൽ മനസ്സിലാക്കാം. ദ സിലിണ്ടർ ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് സിംഗിൾ കാസ്റ്റിംഗ്. സിലിണ്ടർ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് സിംഗിൾ പീസായിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഈ മെത്തേഡിനെ നമ്മൾ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്, വാർത്തെടുക്കൽ എന്നാണ്. മെറ്റൽസിനെ ഒരു പ്രത്യേക ഷേപ്പിൽ കാസ്റ്റിംഗ് ചെയ്തെടുക്കാറുണ്ട്. ഇറ്റ് ഈസ് ബോൾട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ഹെഡിനെ സിലിണ്ടർ ബ്ലോക്കിൽ എങ്ങനെയാണ് അസംബിൾ ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ സ്റ്റഡിൻ്റെ സഹായത്താൽ നട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്യും. അല്ലെങ്കിൽ ബോൾട്ട് ഉപയോഗിച്ച് നമ്മൾ അസംബിൾ ചെയ്യും. അപ്പം ബോൾട്ടിൻ്റെയോ നട്ടിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റഡിൻ്റെയോ സഹായത്താലായിരിക്കും നമ്മൾ സിലിണ്ടർ ഹെഡിനെ ബ്ലോക്കുമായിട്ട് അസംബിൾ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് പാസേജസ് ഫോർ ഓയിൽ ആൻഡ് വാട്ടർ സർക്കുലേഷൻ. സിലിണ്ടർ ഹെഡിനകത്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ സർക്കുലേറ്റിംഗ് പാസേജസും കൂളിംഗ് വാട്ടറിൻ്റെ സർക്കുലേറ്റിംഗ് പാസേജസും ഉണ്ടായിരിക്കും. എ കമ്പസ്റ്റൻ ചേമ്പർ ഈസ് ആൾസോ പ്രൊവൈഡഡ് ഇൻ സം സിലിണ്ടർ ഹെഡ്സ്. കൂടുതൽ വാഹനങ്ങളിലും കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്ന പോർഷൻ, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ ഫ്യൂവൽ കത്തുന്ന ഭാഗമാണ് കമ്പസ്റ്റൻ ചേമ്പർ. ആ ഭാഗം സിലിണ്ടർ ഹെഡിൻ്റെ ബോട്ടം സൈഡിൽ ക്രമീകരിച്ചിരിക്കും. ഇറ്റ് അക്കോമഡേറ്റ്സ് വാൽവ്, റോക്കർ ആം, ടൈമിംഗ് സ്പ്രോക്കറ്റ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ, ഹീറ്റർ പ്ലഗ്, എക്സെട്ര. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഡീസൽ എഞ്ചിനുകളിൽ മാത്രമാണ് ഹീറ്റർ പ്ലഗ് അഥവാ ഗ്ലോ പ്ലഗ് എന്ന് പറയുന്ന ഒരു ഉപകരണം വരാറുണ്ട്. അത് നമ്മുടെ സിലിണ്ടർ ഹെഡിലാണ് ഫിക്സ് ചെയ്യാറുള്ളത്. ഇൻ കേസ് ഓഫ് ഓവർ ഹെഡ് ക്യാം സിസ്റ്റം, ദ സിലിണ്ടർ ഹെഡ് സപ്പോർട്ട്സ് എ ക്യാം ഷാഫ്റ്റ്. ഇപ്പോഴത്തെ എഞ്ചിനുകളിലെല്ലാം സിലിണ്ടർ ഹെഡിലാണ് ക്യാം ഷാഫ്റ്റിൻ്റെ സ്ഥാനം. അത്തരം എഞ്ചിനുകളെ നമ്മൾ പറയുന്ന പേര് OHC എഞ്ചിൻ അഥവാ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ദ ലോവർ സർഫസ് ഓഫ് ദ സിലിണ്ടർ ഹെഡ് ഈസ് മെഷീൻഡ് ടു ദ സ്പെസിഫൈഡ് ആക്യുറസി ആൻഡ് എ ഗ്യാസ്കറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ സിലിണ്ടർ ഹെഡ് ആൻഡ് സിലിണ്ടർ ബ്ലോക്ക് ടു അവോയ്ഡ് ലീക്കേജ്. അതായത് സിലിണ്ടർ ബ്ലോക്കിൻ്റെ ലോവർ സർഫസ് അഥവാ അടിവശം വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷീനിങ് ചെയ്തിരിക്കും, സർഫസ് ഫിനിഷ്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സിലിണ്ടർ ഹെഡും സിലിണ്ടർ ബ്ലോക്കും തമ്മിൽ മാച്ച് ആകണമെങ്കിൽ ഇതേപോലെ സർഫസ് ഫിനിഷിങ് ആയിരിക്കണം. അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡിനും സിലിണ്ടർ ബ്ലോക്കിനും ഇടയിലൂടെയുള്ള ലീക്കേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവയ്ക്കിടയിൽ ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ദ ഹെഡ് ആൾസോ പ്രൊവൈഡഡ് സ്പേസ് ഫോർ ദ പാസേജസ് ദാറ്റ് ഫീഡ് എയർ, വാട്ടർ, ഫ്യൂവൽ ടു ദ സിലിണ്ടർ ആൻഡ് ടു അലോ ദ എക്സോസ്റ്റ് ടു എസ്കേപ്പ്. സിലിണ്ടർ ഹെഡിൽ ഇൻടേക്ക് എയർ കടന്നു വരാനും അതേപോലെ തന്നെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകാനുമുള്ള പോർട്ടുകൾ അല്ലെങ്കിൽ പാസേജസുകൾ ക്രമീകരിച്ചിരിക്കും. ആ ഭാഗത്താണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും അതുകൊണ്ടൊക്കെ ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവും ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കാസ്റ്റ് അയൺ ഓർ അലൂമിനിയം അലോയ്. സിലിണ്ടർ ഹെഡിൻ്റെ മെറ്റീരിയൽ വളരെ പ്രധാനമാണ്. കാസ്റ്റ് അയൺ കൊണ്ടോ അലൂമിനിയം അലോയ് കൊണ്ടോ ആയിരിക്കും സിലിണ്ടർ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, സിലിണ്ടർ ബ്ലോക്ക്. ഇറ്റ് ഫോംസ് ദ ബേസ് ഓഫ് ദ എഞ്ചിൻ. എഞ്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടർ ബ്ലോക്കാണ്. കൂടുതലായിട്ടും സിലിണ്ടർ ബ്ലോക്കിലാണ്
എഞ്ചിൻ്റെ ഫൗണ്ടേഷനൊക്കെ വരാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഗ്രേ കാസ്റ്റ് അയൺ ഓർ അലൂമിനിയം അലോയ്. ഈ രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ് സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിക്കാറുള്ളത്. 2 types ഓഫ് സിലിണ്ടർ ബ്ലോക്സ് ആർ യൂസ്ഡ്, സിംഗിൾ പീസ് കാസ്റ്റിംഗ് ആൻഡ് 2 piece കാസ്റ്റിംഗ്. 2 തരത്തിലുള്ള സിലിണ്ടർ ബ്ലോക്ക് വാഹനങ്ങളുടെ എഞ്ചിനിൽ ഉപയോഗിച്ച് വരുന്നു. ഫസ്റ്റ് വൺ സിംഗിൾ പീസ് കാസ്റ്റിംഗ് ആണ്. ഈ സിംഗിൾ പീസ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാവുന്നത്. എന്താണ് സിംഗിൾ പീസ് കാസ്റ്റിംഗ് എന്ന് താഴോട്ട് പറയുന്നുണ്ട്. ഇൻ സിംഗിൾ പീസ് കാസ്റ്റിംഗ് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ് ആർ കാസ്റ്റ് ആസ് 1 piece. സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും ഒറ്റ പീസായിട്ട് നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ സിംഗിൾ പീസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നു. നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനുകളിലെല്ലാം ഈ സിംഗിൾ പീസ് കാസ്റ്റിംഗ് ആണ്, അതിൻ്റെ ഡയഗ്രാമാണ് നമുക്ക് കാണാവുന്നത്. ഇറ്റ് ഗിവ്സ് ബെറ്റർ റിജിഡിറ്റി ആൻഡ് ഈസി ടു കാസ്റ്റ് വിച്ച് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്. കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് വളരെ കുറവുള്ളതും അതേപോലെ തന്നെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ് നമ്മുടെ സിംഗിൾ പീസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 piece കാസ്റ്റിംഗിലേക്ക് നമുക്ക് പോകാം. ഇത് ഒരു 2 piece കാസ്റ്റിംഗ് സിലിണ്ടർ ബ്ലോക്കാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലൈഡിൽ നോക്കിയാൽ കാണാം. നമ്മുടെ ഫസ്റ്റ് മുകളിൽ കാണിച്ചിരിക്കുന്നത് ഒരു 2 വീലറിൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സിലിണ്ടർ ബ്ലോക്കാണ്. നമ്മളതിനെ സിലിണ്ടർ കിറ്റ് എന്നാണ് പറയുന്നത്. അവിടെ സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടറും മാത്രമേ അവിടെ കാണുകയുള്ളൂ. തൊട്ട് താഴെ നമ്മുടെ ഒരു എഞ്ചിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം. ഏത് എഞ്ചിനാണെന്ന് അറിയാം? നമ്മുടെ ഏതിൻ്റെയാ? ബുള്ളറ്റ് എഞ്ചിൻ്റെ അല്ലെങ്കിൽ എൻഫീൽഡ് എഞ്ചിൻ്റെ ഒരു ഫോട്ടോയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സിലിണ്ടർ ഹെഡിന് തൊട്ട് താഴെ സിലിണ്ടർ ബ്ലോക്ക് സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു രീതിയാണ്. അപ്പം ഇത്തരം എഞ്ചിനുകൾ നമ്മൾ 2 piece കാസ്റ്റിംഗ് എന്ന് പറയും. അതേപോലെ തന്നെ ജനറേറ്ററുകളിലും അല്ലെങ്കിൽ സ്റ്റേഷനറി എഞ്ചിനുകളിലും ഇത്തരത്തിലുള്ള 2 piece കാസ്റ്റിംഗ് സിലിണ്ടർ ബ്ലോക്കാണ് ഉപയോഗിച്ച് വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. 2 piece കാസ്റ്റിംഗ് ഇൻ ദിസ് ടൈപ്പ് ദ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ് ആർ കാസ്റ്റ് സെപ്പറേറ്റ്ലി. The crank case is bolted to the cylinder block. It reduces the problem of lifting the cylinder block from crank case during repairing or overhauling. This type of crank casting is used in motorcycle and heavy generating set. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് മോട്ടോർ സൈക്കിൾ എഞ്ചിനുകളിലും ജനറേറ്റർ എഞ്ചിനുകളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. നെക്സ്റ്റ് ക്രാങ്ക് കേസ് ആണ്. എവിടെയാണ് ക്രാങ്ക് കേസ് എന്ന് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എഞ്ചിനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലത്തെ പോർഷൻ സിലിണ്ടർ ഹെഡാണ്, സെൻറ്ററിലിരിക്കുന്ന സിലിണ്ടർ ബ്ലോക്കാണ്. ഞാൻ ക്രാങ്ക് കേസ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്ന പ്രത്യേകം ഭാഗമാണ്. ഇങ്ങനെ 2 ആയിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയ ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളിലും അല്ലെങ്കിൽ കാറുകളുടെയൊക്കെ എഞ്ചിനുകളിലൊക്കെ നമ്മൾ ആദ്യമേ കണ്ടു സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും കൂടെ ഒറ്റ പീസായിരിക്കും. അതിൻ്റെ അടിയിൽ ഒരു ഓയിൽ സംഭവമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രാങ്ക് കേസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബോട്ടം സ്പേസ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ബോട്ടം സൈഡിലാണ് ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് ബേസ് ഓഫ് എഞ്ചിൻ and supports the crankshaft, oil pan and also provides the arms for supporting the engine to the frame. നേരത്തെ പറഞ്ഞു സിലിണ്ടർ ബ്ലോക്കിൻ്റെ ബോട്ടം സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്രാങ്ക് കേസിൽ ക്രാങ്ക് ഷാഫ്റ്റിനെ ഫിക്സ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഓയിൽ പാൻ ഫിറ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ എഞ്ചിൻ്റെ ഫൗണ്ടേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആമായിട്ട് ഇത് പ്രവർത്തിക്കാറുണ്ട്. ദ ഓയിൽ പാൻ ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക് ടുഗദർ ആർ കാൾഡ് ക്രാങ്ക് കേസ്. ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന പേര് നമുക്ക് ക്രാങ്ക് കേസ് എന്ന് പറയാം. സിലിണ്ടർ ലൈനർ ഓർ സ്ലീവ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സിലിണ്ടർ ബ്ലോക്കിൽ സിലിണ്ടർ ലൈനർ വളരെ പ്രധാനപ്പെട്ട റോളാണുള്ളത്. നോക്കാം നമുക്ക്. എ ലൈനർ ഈസ് എ തിൻ കാസ്റ്റ് അയൺ സർക്കുലർ ഷെൽ വിച്ച് ഈസ് സെൻട്രിഫ്യൂഗലി കാസ്റ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്നൊരു വ്യത്യസ്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആണിത്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുതരം കാസ്റ്റിംഗ് ആണ്. റൗണ്ട് ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെക്കാനിസമാണിത്. അപ്പം ഒരു സിലിണ്ടർ എന്ന് പറയുന്നതിനെ സ്ലീവ് എന്ന് പറയാറുണ്ട്. ഇത് സർക്കുലർ ഷേപ്പിൽ സെൻട്രിഫ്യൂഗലി കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ക്രോമിയം ഫോർ ഹാർഡ്നെസ്. അതായത് ഈ സിലിണ്ടർ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ക്രോമിയം കൂടുതലായിട്ട് ആഡ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സിലിണ്ടർ ബ്ലോക്ക് ഡസ് നോട്ട് ബെയർ കമ്പസ്റ്റൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡയറക്ട്ലി. അപ്പോൾ കമ്പസ്റ്റൻ പ്രഷറും കമ്പസ്റ്റൻ ടെമ്പറേച്ചറും ഡയറക്റ്റ് ആയിട്ട് സിലിണ്ടർ ബ്ലോക്കിലേക്ക് അഫക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഏൽക്കാതെ തടയാനുള്ള ഒരു കഴിവ് നമ്മുടെ സിലിണ്ടർ ലൈനറിനുണ്ട്. ദ ലൈഫ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ യൂസിങ് എ ലൈനർ. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ലൈഫ് നമുക്ക് ഈ സിലിണ്ടർ ലൈനറിനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കൂട്ടാൻ കഴിയും. അതായത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിനുള്ളിലാണല്ലോ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഈ സ്ലീവിനുള്ളിൽ കിടന്ന് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ തേയ്മാനം എവിടെ മാത്രമേ വരികയുള്ളൂ? ഓക്കെ, സിലിണ്ടർ ലൈനറിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിനെ നമുക്ക് എന്തൊരു കാരണവശാലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മെറ്റീരിയൽസ് നൈട്രൈഡഡ് സ്റ്റീൽ, നൈട്രൈഡഡ് കാസ്റ്റ് അയൺ, ക്രോമിയം കോട്ടഡ് അലോയ് സ്റ്റീൽ. ലൈനേഴ്സ് ആർ ഹാർഡർ ദാൻ ദ സിലിണ്ടർ ബ്ലോക്ക്. എക്സാമ്പിളായിട്ട് അലൂമിനിയം അലോയ് സിലിണ്ടർ ബ്ലോക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതിനേക്കാൾ ഹാർഡൻ ആയിട്ടുള്ള സിലിണ്ടർ ലൈനർ ആയിരിക്കും ഉപയോഗിച്ച്